ഉണ്ണിയമ്മേ കുമ്പടി വന്നു. CM വിജിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധം നേരിടേണ്ടി വരും എന്ന് DYFI പറയുന്നു. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാലക്കാട്ടെ MLA ആണ്. ആ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നതിനെ തടയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ജനങ്ങളോട് വിശദീകരിക്കുന്നത്. ഉത്തരം പറ. ഞങ്ങൾ മറ്റു തരത്തിലുള്ള ചർച്ചകളോ നിയമസഭക്കകത്ത് കയറ്റില്ലോ എന്നൊന്നും ഞങ്ങൾ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്നിട്ട് ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ ജനപ്രതിനിധിയും രാഷ്ട്രീയ പ്രവർത്തകരും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഘട്ടത്തിൽ ആ ഉയർത്തിപ്പിടിക്കാതെ കപട സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുക. പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ ചില പ്രതിഷേധങ്ങൾ ഉയർത്തും, ജനങ്ങൾ ചില ബഹിഷ്കരണങ്ങൾ നടത്തും. ആ ബഹിഷ്കരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ബഹിഷ്കരണത്തിന്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും DYFI ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ആ നിലയിൽ തന്നെയാണ് DYFIയുടെ പാലക്കാട് നേതാക്കന്മാർ അത്തരം കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഭയങ്കരം തന്നെ. ഇത് ഇദ്ദേഹത്തിന്റെ ശബ്ദമല്ല എന്ന് പറയാൻ കോൺഗ്രസിന് ഒരു നേതൃത്വത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്ന നാടകം കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. നിയമസഭക്കകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള മറ്റൊരു നാടകം, ഇത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലേ എന്ന മട്ടിലുള്ള മറ്റൊരു നാടകം. അതിനപ്പുറം കോൺഗ്രസിനകത്ത് അതിശക്തമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഭാഗം കൂടി. കാരണം ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട പ്രതിപക്ഷ നേതാവ് കൂടി, അദ്ദേഹം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അദ്ദേഹമാണ് വരരുത് എന്ന് പറഞ്ഞത്. വരുന്നതിനോട് വലിയ വിയോജിപ്പുണ്ടായത് പ്രതിപക്ഷ നേതാവിനാണ്. പക്ഷെ ആ വിയോജിപ്പിനെ കൂടി മറികടന്നുകൊണ്ട് വരികയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാതെ പോവുകയും ചെയ്യുന്നവിടത്ത് ധാർമ്മികത അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ CPMന്റെ പ്രതിനിധി പറഞ്ഞ എന്താ, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് നിഷ. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചത് എവിടെ പോണു? വെള്ളം കുടിക്കണം. ഒന്ന് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞ ആ സതി ചെറിയാൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ആദ്യം രാജിവെച്ചു. അതേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേ ഭരണഘടനയെ തൊട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. ഏതാണ് ഇവരുടെ യഥാർത്ഥ ധാർമ്മികത? ഇനി രണ്ടാമത്തത്, ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് പോരാടിയ മറ്റൊരാളുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ചിത്രം ഇന്ന് കേരളം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുക. അന്ന് അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. ഇന്ന് അദ്ദേഹം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനുള്ള ഉപദേശം കൊടുക്കുന്നത്. ഇനി മുകേഷും ശശീന്ദ്രനും ഒക്കെ ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയാണോ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ജോസ് തെറ്റയിൽ കേസിൽപ്പെട്ടപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നീല ലോഹിതദാസൻ നാടാറിന്റെ കാലത്ത് IAS ഉദ്യോഗസ്ഥർക്ക് പോലും ആക്ഷേപം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? അപ്പൊ ഞാൻ ഇതിന് ഇക്വേറ്റ് ചെയ്യാൻ നോക്കുകയല്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. PK ശശിയും ഉയർത്തിപ്പിടിച്ചതുപോലെയുള്ള ധാർമ്മികതയാണോ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണ് നിങ്ങളുടെ വാദം? അപ്പൊ ഞങ്ങളുടെ വാദം അങ്ങനെയല്ല ഞങ്ങൾ ഇതിന് ഇക്വേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫേസിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ, ആരോപണത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുമ്പോൾ അതിൽ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ഈ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ, അന്വേഷണം നടക്കട്ടെ. ആ ആരോപണത്തിന്റെ ഗൗരവം മുന്നിൽ കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു. അതിനപ്പുറത്ത് നിങ്ങൾക്ക് അയാളെ ക്രൂശിക്കാൻ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. പരാതിക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് അവരെന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ധാർമ്മികത ഉയർത്തിപ്പിടിച്ച മറ്റു പോരാട്ടമുണ്ട്. ISRO ചാരക്കേസിന്റെ സമയത്ത് നമ്പി നാരായണനെതിരെ നിങ്ങൾ ഒരുപാട് ആക്ഷേപം ഉന്നയിച്ചില്ലേ? നമ്പി നാരായണന്റെ ചാരക്കേസുമായി ബന്ധപ്പെട്ട് K കരുണാകരൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചില്ലേ? എന്നിട്ട് ധാർമ്മികതയുടെ പേരിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തോ? അന്ന് ആക്ഷേപം ഉന്നയിച്ച ഒരാളെങ്കിലും K കരുണാകരനോട് മാപ്പ് പറഞ്ഞോ? സരിത S നായരെ ഗണേഷ് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് കത്തിന്റെ നീളം കൂട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയില്ലേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പിണറായി വിജയന്റെ 3 അന്വേഷണ ഏജൻസികളും കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ പരാതി എഴുതി വാങ്ങിക്കൊണ്ട് CBIക്ക് കേസ് കൊടുത്തില്ലേ? ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ജിൻഡോ പറഞ്ഞു. ഇവിടെയൊക്കെ CPMന്റെ ധാർമ്മികത എവിടെയായിരുന്നു എന്നുള്ളതിന് മറുപടി പറയാം. 2, എന്തുകൊണ്ടാണ് മനുഷ്യരെ അതിക്രൂരമായി കൈകാര്യം ചെയ്യുന്ന പോലീസിനെതിരെ DYFIയോ SFIയോ സമരം ചെയ്യാത്തത് എന്നതിനും
ധാർമ്മികതയല്ല വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് CPIM. ഒരു സംശയം വേണ്ട, കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഈ പറഞ്ഞ പേരുകളെല്ലാം എടുത്തുകൊണ്ട് തന്നെ പറയാം CPIM എടുത്ത നിലപാട് എന്ത്, കോൺഗ്രസ് എടുത്ത നിലപാട് എന്ത്, നിങ്ങളൊരു ചർച്ച ചെയ്യ്. നിങ്ങൾ പല വിഷയങ്ങൾ, ഞാൻ പല പേരുകൾ ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, പല പേരുകളും കേരള നിയമസഭക്കകത്ത് തന്നെ നിങ്ങളുടെ പക്ഷത്ത് ഇന്ന് ഇരിക്കുന്ന ചില ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളിലെ നിങ്ങളുടെ നിലപാടെന്ത്, ഞങ്ങളുടെ നിലപാടെന്ത്, ഓരോ പേരെടുത്ത് വേണം നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഞാനും ജിൻഡോയും ഇരുന്ന് മനോരമ ചാനലിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആ ധാർമ്മികത എന്ത്, ഈ ധാർമ്മികത എന്ത്? നിങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിയമസഭയിൽ വിട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം നിയമസഭയിൽ വരുന്നതിൽ ധാർമ്മിക പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. PK ശശി അദ്ദേഹത്തെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ വേറെ ബ്ലോക്കായി വരുത്തിയിട്ടില്ല. അദ്ദേഹം മുന്നണിയുടെ ഭാഗമായി തന്നെ സഭാ നടപടികളിൽ പങ്കെടുത്തു. നമുക്ക് ആദ്യം ഈ 2 പേരുടെ പേര് പറയാം, M മുകേഷ്, PK ശശി. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഇതിൽ വളരെ വ്യക്തമായ ഭാഗമല്ലേ, അതായത് മുകേഷ് MLA ആകുന്നതിന് മുന്നേ ഉണ്ടായ സിനിമാ മേഖല ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ ചില ഭാഗങ്ങളെ സംബന്ധിച്ച് ശ്രീ രാഹുൽ ഈശ്വർ ചർച്ചയുടെ ഭാഗമായിട്ട് വളരെ വ്യക്തമായി പറഞ്ഞു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. കോടതിയിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ ചർച്ചയിൽ തന്നെ, ഇതേ ഡിബേറ്റിൽ തന്നെ, ഈ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ പറയുണ്ടായി. അവിടെ തന്നെ കാര്യങ്ങൾ വ്യക്തമായല്ലോ. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശ്രീമതി നിഷയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, അതും ഇതും തമ്മിൽ മലയാള മനോരമ ഒന്നാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വാർത്ത കൊടുക്കാൻ തയ്യാറുണ്ടോ? ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനോരമ ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ശ്രീമതി നിഷ, രണ്ടും 2 തരത്തിലുള്ള വിഷയമാണെന്നേ. അതിനൊന്നും ഇല്ലേ? രണ്ടും 2 തരത്തിലുള്ള വിഷയമാണെന്നേ. നിങ്ങൾ 2 വിഷയത്തെ അങ്ങ് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാം പൊതുവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ചാനൽ ചർച്ചയിൽ തന്നെ നമുക്ക്, ഞാനത് ആഗ്രഹിച്ചതുമല്ല, അതിലേക്കൊന്ന് പോകണം. ആ ശബ്ദരേഖക്കകത്തെ മാറ്ററുമായി ബന്ധപ്പെട്ടൊന്നും ഞാനിവിടെ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നില്ല. അത് കേരളം കേട്ട് മരവിച്ചു പോയൊരു ഭാഗമാണ്. ആഞ്ജനേയ സ്വാമി. പക്ഷെ അതും ഇതിനെയും ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതെടുത്ത് അതിനെ നിങ്ങൾ സാമാന്യവൽക്കരിച്ച് പോകാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? ഏതാ നമ്മൾ ഈ പരാതി ഉയർത്തിയത് CPM-ആണോ? ഈ പരാതി കൊണ്ട് കേരളത്തിലെ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, സ്ത്രീകൾക്കെതിരായ അതിക്രമം തന്നെയാണ് ഈ നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതികളും. അവരുടെ കാര്യത്തിൽ CPM ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ശേഷവും അദ്ദേഹം MLA ആയിരുന്നില്ലേ? പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, PK ശശിക്കെതിരെ പരാതി ഉയർന്നു, പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തെ വേറെ ബ്ലോക്കിൽ ഇരുത്താൻ CPM തയ്യാറായിട്ടില്ല. അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ MLA ടേം പൂർത്തിയാക്കിയത്. അവിടെ എവിടെയായിരുന്നു ധാർമ്മികത? അല്ല, ഞാനൊരു കാര്യം, നിഷ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കരുത്. ഞാൻ അകത്തിരുന്നതുമായി, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഈ വിഷയത്തെ മറ്റ് വിഷയങ്ങളുമായി കൂട്ടിച്ചേർത്ത് ലഘൂകരിക്കാൻ പറ്റുന്ന ഒന്നാണോ? അതാണ് എന്റെ ചോദ്യം. മലയാള മനോരമക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആളുകൾ PK ശശിയെ MLA പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു, M മുകേഷിനെ MLA പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം മണ്ഡലത്തിൽ ഇറക്കില്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു എന്ന് പറയുമ്പോൾ ആ ധാർമ്മികത എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ എന്നല്ല, ഈ ആളുകൾ ആരും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.